നമസ്കാരം. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തപ്പോൾ തിരുവനന്തപുരത്തും അതൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വി രാജേഷ് മുൻകൂട്ടി കണ്ടു. അപ്പോൾ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി ജനങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ അനധികൃതമായി സ്പാ നടത്തുന്നവർക്കും പറഞ്ഞു, നമ്മൾ ഒരു റെയ്ഡിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അനധികൃതമായിട്ടാണ് നിങ്ങളിത് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചോ. പോലീസും ആരോഗ്യവകുപ്പും കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നിയമ നടപടികളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആദ്യമേ തന്നെ പറയുന്നുണ്ട്, തട്ടിക്കൂട്ടാണ്, അനധികൃതമായിട്ടാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തന്നെ നടത്തിക്കോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ നിർത്തിക്കോ എന്നൊരു നിർദ്ദേശം ആദ്യമേ തന്നെ ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് ആ ഒരു പ്രസ് മീറ്റ് നടന്നത്. എന്നിട്ട് വൈകുന്നേരം വരെ അതിനുള്ള സമയം കൊടുത്തു. രാത്രിയായപ്പോൾ പോലീസും ആരോഗ്യവകുപ്പും കയറി റെയ്ഡിനിറങ്ങി പലതും പൂട്ടി അങ്ങ് തകർത്തു. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ബ്യൂട്ടി പാർലർ എന്ന പേരിൽ ആണ് മിക്കതും തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ മറവിലാണ് സ്പാ പരിപാടികൾ ഇവിടെ നടക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബ്യൂട്ടി പാർലറിൽ കൂടെ വലിയ രീതിയിലുള്ള പണം സമ്പാദിക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. അതായത് ഈ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഉടമകൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് സ്പാ ഇതിന്റെ മറവിലൂടെ ബ്യൂട്ടി പാർലർ എന്ന പേരിൽ സ്പായും കൂടെ അനധികൃതമായി രാത്രികാലങ്ങളിൽ സ്പാ നടത്തി വലിയ രീതിയിലുള്ള പണം ഇവർ സമ്പാദിക്കുന്നത്. അതിന് തുടക്കം കുറിച്ചതാകട്ടെ ഭരണസിരാ കേന്ദ്രത്തിലെ ഓപ്പോസിറ്റുള്ള സ്പാ കേന്ദ്രത്തിലാണ് ആദ്യം റെയ്ഡിന് തുടക്കമിട്ടത്. പ്രവർത്തനമെല്ലാം ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കിയ നഗരസഭ സ്പോട്ടിൽ തന്നെ പൂട്ടാനും നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പ്രവർത്തകരടക്കം തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ സ്പാകളിൽ, അതായത് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളിൽ അടക്കം നിത്യ സന്ദർശകരാണ് എന്ന് റെയ്ഡിൽ പോലീസിനും നഗരസഭ വകുപ്പിനും മനസ്സിലായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരത്തെ സ്പർശന എന്ന ഒരു സ്പായിൽ ജോലിക്കായുള്ള അഭിമുഖത്തിനെത്തിയ യുവതി നേരിട്ടത് സ്ത്രീത്വത്തെ വരെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രീതിയായിരുന്നു. സ്ത്രീയുടെ മാനത്തിന് വരെ വില പറയുന്ന ഒരു കൂട്ടം കാപാലികന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അഭിമുഖത്തിനിടെ സ്പർശൻ സ്പായിലെ ജീവനക്കാരൻ ഉപഭോക്താക്കളെ കാണിക്കാൻ ഫോട്ടോ ചോദിച്ചതോടുകൂടിയാണ് അഭിമുഖത്തിന്റെ രീതി തന്നെ അങ്ങ് മാറിയത്. എതിർത്ത് പറഞ്ഞതോടെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും സ്ത്രീയെ കയറിപ്പിടിക്കാനുള്ള ഒരു ശ്രമവും നടന്നു. ഒരു കഷ്ടിച്ചാണ് ആ പെൺകുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. ഒരു ജോലി തേടി പോയപ്പോൾ ഉണ്ടായ ദുരാനുഭവം യുവതി തലസ്ഥാന മേയറായ വി രാജേഷിനോട് ഫോണിലൂടെ വിവരിക്കുകയാണ് ഉണ്ടായത്. ഇതോടെയാണ് മേയറും വിഷയത്തിൽ ശക്തമായി തന്നെ സ്പോട്ടിൽ ഇടപെട്ടത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനയ്ക്ക് എത്തുകയും സ്പർശൻ വെൽനസ് സ്പാ എന്ന സ്ഥാപനത്തിന് മതിയായ രേഖകളോ ലൈസൻസുകളോ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത സ്പാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. ഇന്നു മുതൽ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം വ്യാപകമായി തന്നെ തിരുവനന്തപുരത്ത് ഇളക്കി മറിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും രേഖകൾ പരിശോധിക്കാനാണ് മേയർ വി രാജേഷിന്റെ കർശന നിർദ്ദേശം. ക്രോസ് മസാജ് ഉണ്ടായെന്ന് പ്രത്യേകം പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോലി അഭിമുഖത്തിനായി എത്തിയ യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്നാണ് നടപടികളിലേക്ക് കടക്കുന്നത്. 2 മുറികളുള്ള സ്പായിൽ ഒരു ഭാഗത്തിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ. മസാജ് ചെയ്യുന്ന ട്രെയിനർമാരുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോ ജീവനക്കാരുടെ വിവരങ്ങൾ അടങ്ങിയ രേഖയോ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല. പാങ്ങോട് സ്വദേശി മനോഹരന്റെ പേരിലാണ് സ്പായുടെ ലൈസൻസ്. എന്നാൽ ജീവനക്കാർക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്നാണ് മൊഴി. കോർപ്പറേഷനിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പരാതി ലഭിച്ചാൽ അന്വേഷിച്ച് കർശനമായ നടപടിയെടുക്കുമെന്നാണ് VVR ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നഗരത്തിലെ സ്പാ മസാജ് സെന്ററുകളുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മേയർ പറഞ്ഞത്. പോലീസിന്റെ സഹായത്തോടെ ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തും. സ്പാ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ള ഒരു സേവനം വേണമെന്നാണ് നിബന്ധന. എന്നാൽ നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാ കേന്ദ്രങ്ങളിൽ പലതിലും ആ ഒരു നിബന്ധന അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് മേയർ പറഞ്ഞത്. പുരുഷന്മാരെയും സ്ത്രീകളും തന്നെയാവണം മസാജ് ചെയ്യേണ്ടത്. എന്നാൽ പലയിടത്തും ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടെന്നും സ്പാ ഉടമകൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പിന്തുണ ഉണ്ടെന്നും മേയർ പറയുന്നുണ്ട്. എന്നാൽ സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്.